ആർക്കാണ് കാടും മലകളും താണ്ടിയുള്ള യാത്രകൾ ഇഷ്ടമില്ലാത്തത്? അതെ, നമ്മളും ഇന്നൊരു യാത്ര തിരിക്കാൻ കേട്ടോ. വേറെ എവിടേക്കല്ല, തണുപ്പ് തേടി നമ്മൾ ഇന്ന് ഊട്ടിയിലേക്ക് യാത്ര തിരിക്കുകയാണ്, അഥവാ ഉദകമണ്ഡലം. ക്യൂൻ ഓഫ് ഹിൽസ് എന്നും കൂടി ഈ സ്ഥലത്തിന് നമുക്ക് അറിയപ്പെടും. തമിഴ്നാട്ടിലെ നീലഗിരി ഡിസ്ട്രിക്റ്റിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഏകദേശം 7 മണിക്ക് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. തൃശ്ശൂർ ചാലക്കുടിയിൽ നിന്നാണ് ഏകദേശം 230 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് കൂനൂർ വഴി പോവുകയാണെങ്കിൽ, കൂനൂർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കോയമ്പത്തൂരെത്തും. കോയമ്പത്തൂരിൽ നിന്ന് നേരെ മേട്ടുപ്പാളയം വഴി കൂനൂരിന് ശേഷമാണ് നമുക്ക് എവിടേക്ക് എത്താൻ പറ്റുള്ളൂ, ഊട്ടിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമുക്ക് ഈ മേട്ടുപ്പാളയത്ത് എത്തുമ്പോൾ 2 വഴിക്ക് വേണമെങ്കിൽ തിരിയാം. ഒന്ന് കൂനൂർ വഴിക്കും തിരിയാം, അതുപോലെ തന്നെ നമ്മുടെ കോത്തഗിരി വഴിക്കും തിരിയാം. അപ്പം നമ്മളിന്ന് കൂനൂർ വഴിക്കാണ് പോകുന്നത്. കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് എത്താൻ സാധിക്കുന്ന വഴിയാണ്, സേഫസ്റ്റ് ആയിട്ടൊരു റൂട്ടും കൂടിയാണ് ഈ കൂനൂർ വഴി എന്ന് പറയുന്നത്. ആകെ 14 ഹെയർ പിന്നുള്ളൂ. ഈ കോത്തഗിരി വഴി പോവുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 4 ഹെയർ പിന്നും 10 കിലോമീറ്റർ എക്സ്ട്രാ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഉച്ചയ്ക്ക് മുമ്പ് എത്തി കഴിഞ്ഞാലാണ് നമുക്ക് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഇന്ന് തന്നെ കണ്ടു തീർക്കാനുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരത്തെ അവിടെ എത്ര രീതിയിലാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തേക്കണേ. അങ്ങനെ നമ്മൾ ടോള് കഴിഞ്ഞു, അതായത് നമ്മുടെ പാലിയേക്കര ടോള് കഴിഞ്ഞ് പിന്നെ പന്നിയങ്കര ടോളാണ് ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കണേ. അപ്പോൾ പന്നിയങ്കര ടോളിൽ നമ്മൾ ഫാസ്റ്റാഗ് ഉള്ളത് കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് കടക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ ഇവിടെ തിരക്കൊന്നുമില്ല, കാരണം രാവിലെ വന്ന കാരണം ഈ റോഡിൽ അധികം തിരക്കൊന്നുമില്ല. അല്ലെങ്കിൽ ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളും കാരണം നമുക്ക് പെട്ടെന്നൊന്നും നമ്മുടെ വണ്ടി എടുക്കാൻ പറ്റില്ല. കാരണം പലയിടങ്ങളിലായിട്ട് പണികളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. കണ്ടില്ലേ, നമ്മുടെ റോഡിലൊന്നും അധികം വണ്ടികളും കാര്യങ്ങളും ഒന്നുമില്ല. ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ കണ്ടില്ലേ, ഫുള്ള് സർവീസ് റോഡിൻ്റെ ഇതിൻ്റെയൊക്കെ പണികൾ കാര്യങ്ങൾ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരം സഞ്ചരിച്ചതിന് ശേഷം നമ്മളൊരു പാലം കയറി ഇറങ്ങുകയാണ്. അപ്പം പാലം കയറി ഇറങ്ങുന്നതോടൊപ്പം തന്നെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് കുറച്ച് ഇങ്ങനെ കാടും മലകളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ എന്താ പറയുക, നല്ല രസമായിരുന്നു ആ കാഴ്ച. പക്ഷെ അത് പെട്ടെന്ന് നമുക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ പാലം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വേറെ കുണ്ടും കുഴികൾ കാര്യമൊന്നുമില്ല, നല്ല റോഡായിരുന്നു. അത് പറയേണ്ടത് തന്നെയാണ്. അത്ര നല്ല സുഖമായിട്ട് വണ്ടി ഓടിക്കാനും കംഫർട്ടായി ഓടിക്കാൻ പറ്റും. ഇതേപോലത്തെ റോഡ് അവിടെ വരെ ഉണ്ടെങ്കിൽ എന്നുകൂടെ നമ്മൾ ആലോചിച്ച് പോകും. പിന്നെ ഇവിടെ എത്തിയപ്പോൾ പാലത്തിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സർവീസ് റോഡിൽ കൂടെയാണ് ഇപ്പോൾ വിടണേ എല്ലാ വണ്ടികളും. അങ്ങനെ സർവീസ് റോഡൊക്കെ കയറി നമ്മൾ ഇപ്പോഴും വീണ്ടും ഹൈവേയിലേക്ക് എത്തി. ഇനി കുറച്ചും കൂടി ദൂരം സഞ്ചരിച്ചാലാണ് നമ്മൾ പാലക്കാട് എത്തുള്ളൂ. പിന്നെ പോകുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇതുപോലുള്ള AI ക്യാമറകളൊക്കെ പോണ റോഡുകളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സീറ്റ് ബെൽറ്റും അതുപോലെ തന്നെ അധികം സ്പീഡൊന്നും ഇല്ലാണ്ട് വണ്ടി കംഫർട്ടായിട്ട് ഓടിക്കാൻ നോക്കുക. സീറ്റ് ബെൽറ്റ് മസ്റ്റാണ്. അതിപ്പോൾ AI ക്യാമറ ഇല്ലെങ്കിൽ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഇടുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മളിത് പാലക്കാട് എത്തിയെന്ന് മനസ്സിലാക്കാൻ കാരണം പുതിയൊരു ലുലു മാൾ കുറച്ച് കാലം മുമ്പ് പണിതുണ്ടായിരുന്നു ഇവിടെ. പാലക്കാടത്തെ ലുലു മാളാണ് ആ കാണുന്നത്. അപ്പോൾ പാലക്കാട് എത്തിയിട്ട് ഇനി നമുക്ക് അടുത്തത് നമ്മളെ കുറച്ചും കൂടി ദൂരം സഞ്ചരിച്ച ശേഷം നമ്മുടെ വാളയാർ ചെക്ക് പോസ്റ്റാണ്. വാളയാർ ചെക്ക് പോസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കോയമ്പത്തൂർ, പിന്നെ മേട്ടുപ്പാളയം, അങ്ങനെ കൂനൂർ, ഊട്ടി. അങ്ങനെ കുറച്ചും കൂടി ദൂരം നമ്മൾ സഞ്ചരിച്ചപ്പോൾ ഇതേപോലുള്ള നല്ലൊരു കാഴ്ച കണ്ടു. അതായത് നല്ല കാടും അത് കുറേ മലകളും അതിനോട് ചേർന്ന് കിടക്കണ മേഘങ്ങളും എന്തു രസമാണെന്നറിയോ. ഇങ്ങനെ നേരെ നമ്മൾ ഈ ഹൈവേയിൽ തിരക്കില്ലാത്ത ഈ വഴികളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കാണാൻ അത് കണ്ട് തന്നെ അനുഭവിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി പോയ നമ്മുടെ വാളയാർ എത്താറായി. വാളയാർ ചെക്ക് പോസ്റ്റാണ്, ചെക്ക് പോസ്റ്റ് അല്ല, വാളയാർ ടോൾ പ്ലാസ. കാരണം ചെക്ക് പോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഹെവി വെഹിക്കിൾസിന് മാത്രമാണ് നിർത്തേണ്ട ആവശ്യമുള്ളൂ അവിടെ. അപ്പോൾ നമ്മുടെ വണ്ടി നിർത്തേണ്ട ആവശ്യമില്ല. അതേ അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അടുത്തത് ടോൾ പ്ലാസ എന്ന് പറഞ്ഞിട്ട്. അത് വാളയാറാണ്. നമ്മൾ അടുത്തത് വാളയാറിലേക്കാണ് കേട്ടോ പോണേ. അങ്ങനെ കുറച്ച് മലകളോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭംഗിയുള്ളൊരു എന്താ പറയുക, അത്യാവശ്യം നല്ല വീതിക്കുള്ളൊരു ടോൾ പ്ലാസ ആയിരുന്നു കേട്ടോ നമ്മുടെ ഈ വാളയാർ ടോൾ പ്ലാസ. അങ്ങനെ നമ്മുടെ വാളയാർ ടോൾ പ്ലാസ കഴിഞ്ഞിട്ട് ഇനി പോകുന്നത് നമ്മൾ നേരെ പെട്രോൾ
ഡീസൽ അടിക്കാനാണ്. നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ ഇന്ധനം കുറവായിരുന്നു, അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് അടിക്കാനാണ് ഈ പോണേ. അപ്പോൾ ഇവിടെ സിസ്റ്റം ഫെയിലിയർ ആയ കാരണം കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ അതെ, ലെഫ്റ്റ് സൈഡിൽ ചെറിയ ചെറിയ ഇതേപോലുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. കുറച്ച് കാടുകളും അതുപോലെ മരങ്ങളൊക്കെ ഇങ്ങനെ വെട്ടിയിട്ടിട്ട് ഉള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ചെക്ക് പോസ്റ്റ്, ഇതാണ് ആ ചെക്ക് പോസ്റ്റ് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ എടുക്കുന്നത് ലോറി നിർത്തിയിട്ടുണ്ട്. പിന്നെ നല്ല ഭംഗിയുള്ള ട്രെയിനൊക്കെ ഇങ്ങനെ ഒറ്റ വരിയുള്ള ഒരു റെയിൽമേ കൂടെ പോകണമെന്ന് എന്ത് രസമാണെന്ന് അറിയൂ. നല്ല ഭംഗിയുള്ള കാഴ്ചകളുണ്ട് നമുക്ക് പോണ വഴിയിൽ മൊത്തം നമുക്ക് കിട്ടണേ. അങ്ങനെ നമ്മൾ അടുത്ത ഡീസൽ അടിക്കാൻ ഒരു പെട്രോൾ പമ്പ് കാണുകയും അവിടെ നിർത്തിയിട്ട് അവിടെ പെട്രോൾ പമ്പ് അടിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ മുമ്പിലൂടെ ഒരു ബസ് പോകുന്നുണ്ട്. നമ്മുടെ KSRTC ആണ്. അപ്പോൾ KSRTC നേരെ കോയമ്പത്തൂർ ടൗണിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇനി ഹൈവേയിലേക്ക് കയറേണ്ട ആവശ്യമില്ല. നേരെ നമ്മൾ ഹൈവേയിലെ തൊട്ടടുത്തുള്ള സർവീസ് റൂട്ടിൽ കൂടെ നമ്മൾ പോയിട്ട് ലെഫ്റ്റ് കയറി പോകണം. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ കോയമ്പത്തൂർ ടൗൺ എത്തുള്ളൂ. അപ്പോൾ ഈ ബസ്സും കോയമ്പത്തൂർ ടൗണിലേക്കുള്ളതാണ് കേട്ടോ. ഇവിടേക്ക് മഴ പെയ്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം കുറേ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ വെള്ളക്കെട്ടുകൾ കാര്യങ്ങളൊക്കെ കണ്ടു. നമ്മളീ പോണ മാസം എന്ന് പറയുന്നത് നവംബറാണ്. നവംബർ മാസം തൊട്ട് അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളും കോടമഞ്ഞൊക്കെ ഉള്ള സമയമാണ് കേട്ടോ ഊട്ടിയിൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ ടൈമിൽ പോണേ. പിന്നെ എല്ലാവരുടെ ഒഴിവും കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ നമ്മൾ ടൂർ പോകുമ്പോൾ. നേരത്തെ പറഞ്ഞ ഈ ലെഫ്റ്റിലേക്കാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. കുറച്ച് ദൂരം കൂടി സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ടൗണിലേക്ക് എത്തും, കോയമ്പത്തൂർ. പിന്നെ അവിടെ ഒരു മല കാണിച്ചു തരാം കേട്ടോ. അത് കറക്റ്റായിട്ട് നമുക്ക് വീഡിയോയിൽ ഇത് ഇവിടെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയിലെടുത്ത് കാണിച്ചു തരാം ഞാൻ. വേറൊന്നുമല്ല, കുറേ അധികം സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അമ്പലമാണെന്ന് തോന്നണത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് അടുത്ത പ്രാവശ്യം ഇനി ഇവിടേക്ക് വരുമ്പോൾ ഇവിടേക്ക് ഒന്ന് കയറണം എന്നൊരു ആഗ്രഹം തോന്നി. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. നമ്മുടെ KSRTC ഇവിടെ അവിടെയുള്ള ആൾക്കാരൊക്കെ ഇറക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് തിരക്കുള്ള ഒരു ഏരിയയാണ്. കാരണം കുറേ മാർക്കറ്റുകളും അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്നായാലും പല സ്ഥലങ്ങളിൽ നിന്നായാലും ഇവിടെ നിന്നൊക്കെയാണ് സാധനങ്ങൾ ഹോൾസെയിലായിട്ടും അതുപോലെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വരുന്നത്, മേടിക്കാനൊക്കെ വരുന്നത്. അപ്പോൾ ഒരുപാട് വണ്ടികളും വലിയ വണ്ടികളും ചെറിയ വണ്ടികളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ കുറച്ച് ദൂരം സഞ്ചരിച്ചപ്പോൾ അവിടെ സൈഡിലൊക്കെ ആയിട്ട് വഴികളൊക്കെ കുറച്ച് മോശമായിരുന്നു. കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പതുക്കെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. കാരണം അത്ര വലിയ കുഴികളായിരുന്നു ആ സൈഡിലൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ കോയമ്പത്തൂർ ടൗണിലേക്ക് എത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഏകദേശം നമ്മൾ എത്തിയപ്പോൾ സമയം എന്ന് പറയുന്നത് ഒരു 11 മണിയോളം ആയിട്ടുണ്ട്. കാരണം നമ്മൾ അതിൻ്റെ ഇടയിൽ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി കയറി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ വണ്ടി എടുത്തേട്ടാ. അതുകൊണ്ടാണ് ഇത്ര ടൈമായി. അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നേരത്തെ ഇവിടെ എത്തിയാനേ. അപ്പോഴേക്കും എന്താ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട്. ടൗണല്ലേ, അപ്പോൾ നല്ല തിരക്കായിട്ടുണ്ട് ഈ സമയത്തൊക്കെയും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ വഴിയൊന്നുമല്ല, ചെറിയൊരു റോഡാണ് കേട്ടോ. കണ്ട, അപ്പം പോണ വഴി ഇങ്ങനെയുള്ള നല്ല നല്ല ചെറിയ ചെറിയ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു പോകാൻ നല്ല രസം തന്നെയാണ് കേട്ടോ. നമ്മൾ വരുമ്പോഴും ഇങ്ങനെ കണ്ടു നമ്മുടെ കേരളത്തിൽ, അതായത് നമ്മൾ വാളയാർ എത്തുന്ന വരെ നല്ല നല്ല കാഴ്ചകൾ കണ്ടിട്ട് വന്നേ. പിന്നെ ഇവിടെ പോകുമ്പോഴും ഇതേപോലെ നല്ല കുറേ കാഴ്ചകൾ കാണാൻ പറ്റി. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് മേട്ടുപ്പാളയത്തേക്കാണ്. മേട്ടുപ്പാളയം ടൗണിലേക്കാണ് കേട്ടോ. ഇനി മേട്ടുപ്പാളയം ടൗണിൽ നിന്ന് വേണം നമ്മൾക്ക് കൂനൂർക്ക് പോകാൻ. ഇവിടെയും കുറേ കാര്യങ്ങളും പണികളും പാലത്തിന്റെ പണിയായാലും റോഡിന്റെ പണിയായാലും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ
ഇതുപോലെ നേരത്തെ പറഞ്ഞ ഈ എണ്ണക്കണ്ട ഇതുപോലെ കുറെ പണികൾ ഇവിടെ നടക്കണ്ട്. അതുകൊണ്ടാണ് ഈ കുഴികളും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നേക്കണം കേട്ടാ. റോഡ് കുറെ സ്ഥലത്ത് പൊളിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് പണിയാൻ വേണ്ടി. ഇവിടേക്ക് എത്തിയപ്പോൾ നല്ല റോഡായി. അത്യാവശ്യം നല്ല ക്ലിയറൻസ് ഉള്ള റോഡാണ്. ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ല. പോണ വഴിക്ക് ഇതുപോലെ കുറച്ച് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതുപോലെ തൊട്ട് ബാക്കില് ഈ കടകളുടെ ബാക്കിലൊക്കെ ആയിട്ട് നല്ല മലകളും അതുപോലെ തന്നെ കാടൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. കണ്ടില്ലേ, നമ്മളിപ്പോ ഒരു പാലം കയറിക്കൊണ്ടിരിക്കുന്നത്. പാലത്തിന്റെ മുകളിൽ നിന്നാണ് ഈ കാഴ്ചകൾ കാണുന്നത്. നമ്മുടെ അവിടുത്തെ പാലം എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല വീതി ഒക്കെ ഇല്ല. ഇത് ഇവിടത്തെ ഇപ്പോ വീതി ഒന്നും ഇല്ല കേട്ടോ, ചെറിയൊരു പാലാണ്. കണ്ടില്ലേ, 2 വണ്ടിക്ക് കറക്റ്റ് പോവാം. നമ്മുടെ അവിടെ ആണെങ്കിൽ ഒരു 3 വണ്ടിക്കൊക്കെ പോവാം. 3 മേലെ വണ്ടികൾ പോകണുണ്ട്. ഇതൊക്കെ കറക്റ്റ് ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് വണ്ടികൾ പോണേ. അപ്പോൾ നമ്മൾ മേട്ടുപ്പാളയം ടൗണിലേക്കാണ് ഇപ്പോൾ എത്തിയേക്കണേ കേട്ടോ. മേട്ടുപ്പാളയം ടൗണിൽ നിന്ന് കുറച്ച് ദൂരം കൂടി ഉള്ളൂ. ഏകദേശം ഒരു 25-30 കിലോമീറ്റർ അടുത്തുള്ളൂ എന്ന് തോന്നണേ നമ്മുടെ ഈ പറഞ്ഞ കൂനൂർക്ക്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബോർഡിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും എത്ര ദൂരം ഉണ്ടെന്ന്. നമുക്ക് കറക്റ്റായി നോക്കാം. 45 കിലോമീറ്റർ ഉള്ളൂ ഊട്ടി കേട്ടാ. ഇവിടേക്ക് അത്യാവശ്യം കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തിരക്കുള്ളൊരു സ്ഥലമാട്ടാ. പിന്നെ റോഡ് എന്ന് പറയുന്നത് അത്ര നല്ല റോഡൊന്നുമല്ല. ഇവിടെ എത്തിയപ്പോൾ കുറേ കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പോണ വഴിയിൽ ലെഫ്റ്റ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടേക്കാണ്. ഞങ്ങൾ പോകുമ്പോൾ പരമാവധി പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളൊന്നും കൊണ്ടുപോകാണ്ടിരിക്കുക. കാരണം പ്ലാസ്റ്റിക്കിന് ഇവിടെ നല്ല ഫൈനൊക്കെ ഈടാക്കേണ്ടതാണ് കേട്ടേക്കണേ. അപ്പോൾ നിങ്ങൾ ടൂറിൻ്റെ ഒപ്പം നിങ്ങൾ നല്ല ഫണ്ട് കൊണ്ടുപോകുകയാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ സാധനമൊക്കെ ഇട്ടാലും പിടിച്ചാലും കാശ് കൊടുക്കണ്ടായാൽ മതി. പിന്നെന്ന് പറയുന്നത് ഈ ഫുഡ് വേസ്റ്റൊക്കെ ഇടാണ്ടിരിക്കുക. കാരണം നമുക്കിപ്പോൾ എപ്പോഴും നമ്മുടെ ഈ പറഞ്ഞ കാടും മലയൊക്കെ സംരക്ഷിച്ച് നടക്കുക എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യില്ല. കാരണം അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഈ പറഞ്ഞ നമ്മൾ പോയി നശിപ്പിക്കാണ്ടിരുന്നാൽ മതി. ഈ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലം. ഈ മൃഗങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഈ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ. ഇവർക്ക് അറിയില്ല എന്താണ് ഇവർ കഴിക്കണമെന്ന് പോലും. ഈ പ്ലാസ്റ്റിക് അടക്കം കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ ഈ പ്രകൃതി നാശം നമ്മൾ ചെയ്യാണ്ടിരിക്കുക. പരമാവധി നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം പുറത്തേക്ക് വലിച്ചെറിയാണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ബ്ലാക്ക് തണ്ടറൊക്കെ ഉണ്ട്. അപ്പോൾ നേരത്തെ വരികയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നേരത്തെ വരികയാണെങ്കിൽ ഇവിടെ വേണമെങ്കിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കുറച്ച് നേരം ചിലവഴിച്ചതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഊട്ടിയിലേക്ക് പോവാം. ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ് നേരത്തെ നമ്മൾ കണ്ടിട്ടാ ബ്ലാക്ക് തണ്ടർ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ സമയമില്ല. നമുക്കിപ്പോൾ അത്യാവശ്യം സമയം നമ്മൾ ഇനി ഭക്ഷണം കഴിച്ചിട്ടില്ല. ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇനി അവിടെ പോയി ഒരു ഭക്ഷണം കഴിക്കാനുള്ള പ്ലാൻ. അപ്പോൾ നമ്മുടെ കൂടെ ഒരു കുട്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം എത്താനുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ വേറെ എവിടേക്ക് ഇനി കയറുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് റോഡ് സൈഡിൽ എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ളതുണ്ട്. പക്ഷേ ഇവിടെ നിറയെ കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഭക്ഷണം കഴിക്കാതെ. പിന്നെ അതേ പോണ വഴിയിൽ അങ്ങനെ നല്ല നല്ല കുറേ കാഴ്ചകൾ ഇതുപോലെ ചെണ്ട. റൈറ്റ് സൈഡിലൊക്കെ ഇങ്ങനെ കോടമഞ്ഞ് മൂടിയ മലകളും കാര്യങ്ങളൊക്കെ കാണാം. ഇതാ പോകുന്നതെന്ന് പറയുന്നത് ഊട്ടിയിലേക്കാണ്. ബസ്സാണ് കേട്ടോ. നമ്മുടെ KSRTC പോലെ തന്നെ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ, അതായത് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ബസ്സാണത്. ഇവിടെ എത്തിയപ്പോൾ നമ്മൾ വീണ്ടും കേരളത്തിലാണെന്നുള്ളൊരു ഫീല് വരുന്നത്. കാരണം പോണ വഴിയിൽ റൈറ്റ് സൈഡിലൊക്കെയും ലെഫ്റ്റ് സൈഡിലായാലും മൊത്തം ഈ പറഞ്ഞ തോട്ടങ്ങളാണ്. ഈ എന്താ പറയുക, അടക്കേരിയും അതുപോലെ നമ്മുടെ തെങ്ങ്, പ്ലാവ്, അതുപോലെ നമ്മുടെ തേക്ക്, അങ്ങനെയുള്ള കുറേ കൃഷിയിടങ്ങളാണ് നമ്മൾ പോണ വഴിയിൽ മൊത്തം കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ
ഈ പറഞ്ഞ കരിക്ക്, നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ കരിക്കും കാര്യങ്ങളൊക്കെ വെട്ടാൻ ഇഷ്ടം പോലെ കരിക്ക്, അതുപോലെ പനങ്ങങ്ക്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കെട്ടാനൊക്കെ ആയിട്ട് റോഡ് സൈഡിലൊക്കെ ആൾക്കാർ ഇതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു ചെക്കിങ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇ പാസ് എടുത്തിട്ട് വരണം. അപ്പോൾ ഇപ്പോൾ ഇ പാസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മുടെ വണ്ടി നമ്പറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. ചിലപ്പോൾ അവർ നമ്മൾ എത്ര പേരാണെന്ന് കറക്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ വണ്ടി വിട്ടുള്ളൂ. ഇ പാസ് നിർബന്ധമാണ്. ഇ പാസ് നമ്മൾ ഓൺലൈനിൽ നിന്ന് എടുക്കാൻ പറ്റും. അതിന് വേറെ എക്സ്ട്രാ ചാർജും പൈസയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഇ പാസ് എടുത്തിട്ട് വേണം പോകണമെങ്കിൽ. ഇ പാസ് ഇല്ലാണ്ട് നമുക്ക് ഊട്ടിയിലേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. പിന്നെ പോണ പോലെ ആദ്യത്തെ നല്ലൊരു ഭംഗിയുള്ള കാഴ്ച എന്ന് പറയുന്നത് മയില് കണ്ട എന്ത് രസമാണ്. അപ്പോൾ കുറച്ചും കൂടി ദൂരം നമ്മൾ പോയാലാണ് നമുക്ക് നമ്മുടെ എൻട്രി എത്തുള്ളൂ. അവിടെ നിന്നാണ് നമ്മുടെ ഈ ഹെയർ പിന്നും അതുപോലെയുള്ള കയറ്റവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ് കേട്ടോ. കുറച്ചും കൂടി ദൂരമുള്ളൂ. ഇന്ന് അത്ര തിരക്കില്ലാന്ന് തോന്നണേ, കാരണം അധികം വണ്ടികളും കാര്യങ്ങളൊന്നും കാണാനില്ല. നമ്മൾ പോണ ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ്. അതാവും വേണമെങ്കിൽ ഇല്ലാത്ത ശനി ഞായറൊക്കെ നല്ല തിരക്കുള്ള ദിവസങ്ങളാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നല്ല തിരക്കുണ്ടായിരിക്കാം. അങ്ങനെ നമ്മുടെ എൻട്രി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ആ എൻട്രി സ്റ്റാർട്ടിങ്ങിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെയെന്ന് പറയുന്നത് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പരമാവധി വലിയ വണ്ടികൾ പോവുകയാണെങ്കിൽ തന്നെ അതിനെ ഓവർടേക്ക് ചെയ്യാണ്ട് ഇരിക്കാൻ നോക്കുക വളവിലൊക്കെ. കാരണം ഇത് റോഡ് എന്ന് പറയുന്നത് അത്ര വലിയ വീതിയുള്ള റോഡൊന്നുമല്ല. സൈഡിൽ അപ്പുറത്തേക്കും കൊക്കകളൊക്കെ ഉള്ള റോഡാണ്. കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ചും നോക്കിയും കണ്ട് വണ്ടി ഓടിക്കട്ടോ. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ കൂടെ ഇല്ലാണ്ട് നിങ്ങൾ വണ്ടി ഇത്ര ദൂരം ഒന്നും ഓടിച്ചു വരരുതെന്ന് ഞാൻ പറയുള്ളൂ. എത്ര പോകുന്ന സേഫസ്റ്റ് റോഡാണെങ്കിൽ പോലും ഇതെന്ന് പറയുന്നൊരു ഗട്ട് റോഡാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെയർ പിന്നും അതുപോലെ തന്നെ ഹെയർ പിൻ മാത്രമല്ല, അത്യാവശ്യം നല്ല വലിയ കയറ്റങ്ങളൊക്കെ ഉള്ളൊരു റോഡാണ്. സൂക്ഷിച്ചൊക്കെ ഓടിക്കുക. ഇതേപോലെ ലോറികളൊക്കെ സ്ലോ ആക്കാം. നമ്മൾ പരമാവധി ലോറിയുടെ ബാക്കിൽ മുട്ടിച്ചൊന്നും പോകാണ്ടിരിക്കട്ടാ. അങ്ങനെ ഇവിടെ നമ്മുടെ ഒന്നാമത്തെ ഹെയർ പിന്നാണ് അത് തോന്നണേ. അപ്പോൾ ഫസ്റ്റ് ഹെയർ പിൻ നമ്മളിങ്ങനെ കയറണം കേട്ടോ. ഈ ഹെയർ പിൻ കയറുമ്പോൾ ഭയങ്കര രസമായിട്ട് കാണാനൊക്കെ ഒരു എന്താ പറയുക, ഫ്രണ്ടിൽ പോണ വണ്ടികൾ കാണാൻ ഭയങ്കര രസമാണ്. ഈ വലിയ ബസ്സുകളൊക്കെ ഇങ്ങനെ വളയ്ക്കണ കാണാൻ. അപ്പോൾ ആൾ ഓവർടേക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വളവിലല്ല കേട്ടോ ഓവർടേക്ക് ചെയ്തത്. ആള് ഫ്രണ്ടിൽ വണ്ടി ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഓവർടേക്ക് ചെയ്തേക്കണേ. അപ്പോൾ അതൊക്കെയാണ് ഓവർടേക്ക് ചെയ്തേക്കണേ. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. ഈ വളവിലൊക്കെയും ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. So loud as the hours pass, we're gonna do it all again. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be. നമ്മളിപ്പോൾ ഒരു ബ്രിട്ടീഷുകാർ പണിതൊരു പാലാന്ന് പറയുന്ന ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് പോയത്. കുറേ കാലമായിട്ട് ഇവിടെ ഉള്ളതാണ് കേട്ടോ. ഞാൻ ചെറുപ്പത്തിൽ ഒരു 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഇതിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇത് ബ്രിട്ടീഷുകാർ പണിത ഇട്ട പാലാന്ന് പറഞ്ഞ് കേട്ടേക്കണേ.
നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടി ചെറിയ സ്ലോ ആയിട്ട് പോകണം. അപ്പോൾ നമ്മൾ അധികം ഓവർടേക്ക് ചെയ്യാൻ നോക്കണില്ല. അപ്പോൾ ഈ ഭംഗി എന്ന് പറയുന്നത്, ഈ കാടിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇതുപോലുള്ള റോട്ടിൽ കൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ മലയോടൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഈ മേഘങ്ങളെ തൊട്ടുള്ള ഈ കാടും മലകളും അതുപോലെയുള്ള കാഴ്ചകൾ കാണാൻ എന്ത് രസമാണെന്നറിയൂ. ചില സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റും. അതെന്ന് പറയുന്നത് ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. നമ്മൾ കോടമഞ്ഞിൻ്റെ ഇപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാമെന്ന് പറയുന്നത്. ഇപ്പോൾ സമയം ഉച്ചയാണ്, എന്നാലും ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. സമയം ഉച്ച എന്ന് പറയുമ്പോൾ ഒരു 12 മണി ആ ടൈമായി നമ്മളിവിടെ എത്തിയപ്പോൾ. എന്നാൽ പോലും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കണ്ടില്ലേ, അവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റിയിട്ടത് കണ്ടില്ലേ. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. അത് ഇങ്ങനെ മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ നമ്മൾ വണ്ടിയിലൂടെ പോകുമ്പോൾ റോട്ടിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര രസമാണ് കാഴ്ച കാണാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ബെർലിയാർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ ബെർലിയാർ എന്നൊക്കെയാണ് നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങാനൊക്കെ ലാസ്റ്റായിട്ട് ഇത് പറ്റുക എന്ന് പറഞ്ഞത്. അപ്പോൾ സാധനങ്ങളൊക്കെ നല്ല ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടലും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഇവിടെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് ഊട്ടിയിൽ എത്തിയിട്ടാണ് കഴിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൂനൂർ എത്തിയിട്ട് വേണം കഴിക്കണമെങ്കിൽ. ഈ ബെർലിയാർ എന്ന് പറഞ്ഞ സ്ഥലം ഈ ബ്രിട്ടീഷുകാരാണ് ഈ സ്ഥലത്തിന് പേരിട്ടെന്ന് പറയുന്നത്. ഇവിടെ മുമ്പ് ബ്രിട്ടീഷുകാരുടെ ഭരണം ആയതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരാണ് ഈ സ്ഥലത്തിന് ബെർലിയാർ എന്ന് പേരിട്ടെന്ന് പറയണ്ടായിരുന്നു. National Highway 181 for 1.5 kilometers. ഇവിടെ റോഡിന്റെ വീതി കൂട്ടാണ് തോന്നണേ. കുറെ സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ റോഡിന്റെ വീതി കാര്യങ്ങളൊക്കെ കൂട്ടാണ് തോന്നണേ കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല പണി കാര്യങ്ങൾ നടക്കണം, നല്ല പൊടിയുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്ന് പറയുന്നത് സ്പീഡിൽ പോകാണ്ടിരിക്കുക. കാരണം പലയിടത്തായിട്ട് ഇപ്പോഴും ഇതുപോലെ നല്ല പണികൾ നടക്കുന്ന കാരണം നമ്മൾ പതുക്കെ വണ്ടിക്ക് ഓടിച്ച് പോവുക. അപ്പോൾ ഇതുപോലെ കുറേ സ്ഥലം കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടു പോകും കേട്ടോ. നമ്മളറിയാത്ത, നമ്മൾ വല്ലപ്പോഴും വരുന്ന റോഡുകളല്ല അതൊക്കെയും. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് കണ്ടുപിടിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതല്ലേ. ഇപ്പോൾ കുറച്ച് നമ്മൾ ദൂരധികം സഞ്ചരിച്ചു എന്നിട്ടും പോലും ഇവിടെ റോഡിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെറിയ വഴിയായിട്ട് ഇപ്പോൾ ഇത് വരുമ്പോൾ അത്യാവശ്യം നല്ല വലിയ വഴിയായിരുന്നു. ഇപ്പോൾ ചെറിയൊരു വഴിയായി. അപ്പോൾ ബസ്സുകളും അതുപോലെ ലോറികളൊക്കെ പോണ റൂട്ടും കൂടിയാണ്. വീതി കുറയുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ നോക്കിക്കണ്ട് വേണം വണ്ടി ഓടിക്കാൻ. Two hearts running wild. പിന്നെ നമ്മൾ ബെർലിയാറൊക്കെ കഴിഞ്ഞ് കുറച്ച് ദൂരം ഇങ്ങനെ സഞ്ചരിച്ചപ്പോഴാണ് ഇത് ഇങ്ങനെയുള്ള ഒരു ഭംഗിയുള്ളൊരു കാഴ്ച കണ്ടിട്ടോ. നല്ല രസമുണ്ട് ഈ കാഴ്ച കാണാൻ. കുറച്ചിങ്ങനെ മരങ്ങളും അതും കുറച്ച് പൂവുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. നല്ല രസമാട്ടോ ഈ വഴി ഇങ്ങനെ പോയി കാണാൻ എന്ന് പറയുന്നത്. അതായത് ചെറിയ വഴിയാണെങ്കിലും ഒരു എന്താ പറയുക, ഒരു ഗ്രീനറി എഫക്റ്റ് എന്നൊക്കെ പറയില്ല, ആ എഫക്റ്റ് നമുക്ക് തരുന്നുണ്ട്. ചെറിയൊരു വെള്ളച്ചാട്ടം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അവിടെ ബാരിക്കോഡൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് സഞ്ചാരികൾ അവിടെ വന്ന് റോഡ് സൈഡിലൊക്കെ വണ്ടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇടാൻ പാടില്ല. ഇട്ട് കഴിഞ്ഞാൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് നമ്മുടെ ഫോറസ്റ്റുകാർ ഇങ്ങനെ ചെയ്യണേ. അപ്പോൾ നേരത്തെ നമ്മളൊരു ബ്രിട്ടീഷുകാർ പണിതൊരു പാലം കണ്ടു, കവർ ചെയ്തിട്ടൊരു പാലം. അപ്പോൾ ഇത് അങ്ങനെ കവർ ചെയ്യാത്തൊരു ബ്രിട്ടീഷുകാർ പണിത പാലം തന്നെയാണ് കേട്ടതും. ഇനി നമുക്ക് കുറച്ചും കൂടി കിലോമീറ്ററുകളുള്ളൂ നമ്മൾ നമ്മുടെ ഊട്ടിയിലേക്ക് എത്താൻ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, പോണ വഴി മൊത്തം ഇങ്ങനെ ഇട്ടേക്കാണ് റോഡ് കാര്യങ്ങളൊക്കെയും. ഇപ്പോൾ പോണ വഴിയിൽ ഫോറസ്റ്റുകാർ വണ്ടിക്ക് പോകുന്നുണ്ട്. കുറേ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വരുന്ന വഴിക്ക് ചെക്കിങ് കാര്യങ്ങളൊക്കെ കണ്ടു. ഇനിയും ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം എന്ന് പറയുന്നത് അവർ പ്ലാസ്റ്റിക് ബോട്ടിൽസ് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള ഒരു ബോർഡും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിൽ എവിടെയെങ്കിലും വെച്ച്, പ്ലാസ്റ്റിക് ബോട്ടിൽ മാത്രമല്ല പ്ലാസ്റ്റിക്കിൻ്റെ എന്ത് ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ അവർ അത് പിടിക്കും.
അപ്പോൾ പുറത്തിടാൻ പാടില്ല. അതുപോലെ നമ്മൾ പുറത്തിറങ്ങാണ്ടിരിക്കാൻ നോക്കുക, കാരണം ഒരുപാട് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു ഏരിയയും കൂടിയാണ്. അതേ എവിടേക്കും ആൾക്കാർ കാഴ്ചകൾ കാണാനൊക്കെ ഇരിക്കുന്നത് കുറച്ച് ചെറിയൊരു വ്യൂ പോയിൻറ്റും കൂടിയാണത്. അപ്പോൾ നമുക്ക് ഇതിനുള്ള സമയമില്ല. നമ്മൾ ഫുഡ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായല്ലോ, ഫുഡ് കഴിച്ചിട്ടില്ല. അന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇനി നേരെ ഊട്ടിയിലേക്ക് എത്തണം, നമ്മുടെ റൂമിലേക്ക് വേഗം എത്തണം. അപ്പോൾ നമ്മൾ ഇനി വേറെ എവിടെയും നിർത്തണില്ല കേട്ടോ. ഫോറസ്റ്റിൻ്റെ വണ്ടിയാണ് നിൽക്കണേ. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ വണ്ടി ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി നമ്പർ കാര്യങ്ങളൊക്കെ അവർ നോട്ട് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ അവരത് പിടിച്ച് കഴിഞ്ഞാൽ ഫൈൻ ഉണ്ടാവും. അതുപോലെ ചിലപ്പോൾ അതിനനുസരിച്ചുള്ള നിയമ നടപടികൾ അവരെടുക്കും. പിന്നെ ഇവിടെ ഒരു പ്ലാന്റേഷൻ ഉണ്ട്. ഇവിടെ പ്ലാന്റേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം ആൾക്കാർക്ക് കാണാനുള്ളൊരു ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വണ്ടികൾ കുറേ ഇവിടെ നിർത്തിയിട്ടുണ്ട് നമ്മൾ കണ്ടില്ലേ. അപ്പോൾ എന്തോ ഒരു പേര് ചെയ്തിട്ടുണ്ട്, എന്തോ പാർക്ക്, നമ്മൾ ശ്രദ്ധിച്ചില്ല. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പാർക്കില്ലേ, അതിൻ്റെ ബാക്കിയാണ് ഞാൻ കാണുന്നത് കേട്ടോ. പാർക്ക് മാത്രമല്ല, അതൊരു പ്ലാന്റേഷനും കൂടിയാണ്, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് തോന്നുന്നത്. നല്ല രസമുണ്ട് കാണാൻ എന്തായാലും. അങ്ങനെ നമ്മൾ നമ്മുടെ കൂനൂരെത്തി. ഈ സ്ഥലമാണ് കൂനൂർ. അപ്പോൾ ഈ കൂനൂരിന്ന് 2 വഴിയായിട്ട് ഡിവൈഡ് ചെയ്യണം കണ്ട. ഈ മരങ്ങളാണ് കേട്ടോ ഈ ഡിവൈഡ് ചെയ്യണ വഴികളെ. നല്ല രസമുണ്ട് കാണാൻ എന്തായാലും. അങ്ങനെ കുറച്ച് ദൂരം സഞ്ചരിച്ചപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചു. ഈ മലകളുടെ മുകളിൽ ഇങ്ങനെ വീടുകൾ തട്ടായിട്ട് ഇങ്ങനെ വെച്ചേക്കണത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇതേപോലെ വീടുകൾ മാത്രമല്ല, അതിനുള്ളിൽ കടകളും, അവർക്ക് ഇവിടെ ജോലി ചെയ്യണ കുറേ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ താമസിക്കാനുള്ള ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ. കാരണം ഇവിടെ കുറേ ഫാക്ടറി ഉണ്ട്. പിന്നെ നേരത്തെ കണ്ട പാലം എന്ന് പറയുന്നത്, അതായത് റെയിൽവേ ട്രാക്ക് എന്ന് പറയുന്നത് നമ്മുടെ കൂനൂർ റെയിൽവേ സ്റ്റേഷനടുത്തേക്ക് പോകുന്നതാണ്. അവിടെ നേരെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കൂനൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അത് നമ്മുടെ വീഡിയോയിൽ നമുക്ക് കാണിക്കാം കേട്ടോ. ഈ കണ്ടില്ല, ആ പാലാണ് ഇതേ കാണുന്നത്. ഈ കൂനൂർക്ക് പോണ ഈ റെയിൽവേ സ്റ്റേഷനാണിത്. ഈ കൂനൂർ ഒരു ടൗണും കൂടിയാണ്, അത്യാവശ്യം വലിപ്പമുള്ളൊരു ടൗണും കൂടിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ കൂനൂർ റെയിൽവേ സ്റ്റേഷൻ. ഈ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ഈ ട്രെയിൻ ടിക്കറ്റ് ഈ കൂനൂർ അതുപോലെ ഉദകമണ്ഡലം അവിടെ നിന്നൊക്കെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് എടുക്കാനുള്ള പ്ലാനാണെങ്കിൽ നടക്കാൻ തോന്നില്ല. കാരണം കുറേ അധികം ടൂറിസ്റ്റുകൾ വന്നിട്ട് ഇവിടെ ടിക്കറ്റ് നോക്കിയിട്ടുണ്ട്. ഇതുവരെ കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് കുറവാണ്. മുന്നേ ബുക്ക് ചെയ്ത് വരും, ഒന്നുമില്ലെങ്കിൽ 1 മാസം മുമ്പ് ബുക്ക് ചെയ്ത് വരിക. അല്ലെങ്കിൽ നിങ്ങൾ ഈ തത്കാലമൊക്കെ എടുക്കുമ്പോൾ കിട്ടും എന്നാലും ചാൻസ് കുറവാണ്. നിങ്ങൾ മുന്നേ ബുക്ക് ചെയ്ത് വരികയാണ് എപ്പോഴും നല്ലത്. 150 അത്രയാണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യണേ നമ്മൾ ഓൺലൈനിൽ കൺഫേം ടിക്കറ്റിൽ അല്ലെങ്കിൽ IRCTCയിൽ ഡയറക്റ്റ് ബുക്ക് ചെയ്യുമ്പോൾ. Summer sky, it was the best we ever had. And we'll stay on forever. We'll never have regrets. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop. As we shot from the top, we're gonna be two hearts running wild. We're gonna be. We're gonna be two hearts running wild. അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ ഊട്ടിയിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഊട്ടിയിലേക്ക് കടക്കാനുള്ളൊരു വേയാണിത്. അങ്ങനെ ഊട്ടി ടൗണിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് നമ്മൾ. ഇതൊക്കെ ഊട്ടിയിൽ നിന്ന് വരുന്ന പ്രൈവറ്റ് ബസ്സുകളാണ് കേട്ടോ. ഞങ്ങളിൽ ഇഷ്ടം പോലെ റൂംസ് അവൈലബിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഒരുപാട് റൂംസും കാണാം, അതുപോലെ റെസ്റ്റോറൻറ്റുകൾ
അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൂടെ കാണാം ട്ടോ. നോർമൽ റേറ്റ് വാങ്ങണം എല്ലാവരും. ആള് വീഡിയോയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഊട്ടിയിൽ ബോർഡിൻ്റെ അവിടെ ചെയ്യാം. ആ ബോർഡ് എന്തെങ്കിലും എടുത്തോളൂ. ആ ഊട്ടിയിൽ ബോർഡിൻ്റെ അവിടെ ഇവിടില്ല. ഞങ്ങൾ അന്ന് താമസമെല്ലാം കാണിച്ചു തരാം. കാണിച്ചു തരാം. SR കോട്ടേജ് ഇതാ ഞാൻ നോക്കിയാൽ ചേട്ടാ ആദ്യം SR കോട്ടേജ് നോക്കിയിരുന്നു. ആ ദൂരമുണ്ട്. പക്ഷെ അത് കിട്ടിയില്ല. അത് വളിപ്പാന്ന് പറഞ്ഞിട്ട് അതിൽ റിവ്യൂസ് കണ്ടേ. സ്വിഗ്ഗി നമ്മളിപ്പോൾ ഊട്ടിയിലേക്ക് കടക്കാണ്. അപ്പോൾ ഉദകമണ്ഡലം മുനിസിപ്പാലിറ്റി വെൽക്കംസ് യു എന്ന് പറഞ്ഞ ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പോകേണ്ട ഓരോ സ്പോട്ടിലേക്കുള്ള, അതായത് ടൂറിസ്റ്റ് സ്പോട്ടിലേക്കുള്ള ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ബോർഡിൽ. അപ്പോൾ ആ ബോർഡും കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോകണം. ഏകദേശം 1/2 കിലോമീറ്ററോളം നമ്മുടെ റൂമിലേക്ക്. നമ്മുടെ റൂമിൻ്റെ, അതായത് നമ്മുടെ കോട്ടേജിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ റെയിൻബോ കോട്ടേജാണ്. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് റേറ്റിനൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. വേറെ എല്ലാം ഇവിടെ ഏകദേശം ബുക്കായിരുന്നു കേട്ടോ. കാരണം അത്യാവശ്യം തിരക്കുണ്ട്. ഇവിടെ വന്നപ്പോഴാണ്, നമ്മൾ വരുമ്പോൾ അത്യാവശ്യം തിരക്ക് തോന്നിയിട്ടുണ്ടായില്ല, എന്നാലും ഇവിടെ എത്തിയപ്പോഴാണ് നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചുള്ളൂ നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക്. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ് നമ്മുടെ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഈ ടൂറിസ്റ്റ് സ്പോട്ടും, അതൊരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ് ഈ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ റൂമിലേക്ക് ഇതേ കുറച്ചും കൂടി ഉള്ളൂ, നമ്മൾ എത്താറായി. റോഡ് സൈഡിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ റൂം വരുന്നത്. ഇതേ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കോട്ടേജ് കേട്ടോ. റോഡ് സൈഡിൻ്റെ അടുത്ത് തന്നെയാണ് റെയിൻബോ കോട്ടേജ്. അപ്പോൾ ശരി.